ശിവപ്രസാദ് അന്ന് 2018 ഈ പറഞ്ഞ ദളിത് ഔട്ട്റീച്ചുമായി ഇറങ്ങി. അന്ന് എനിക്ക് ആ സമയത്താണ് അമിത്ഷാ കേരളത്തിൽ വരികയും അന്ന് ചെങ്കൽച്ചൂളയിൽ ഒരു ബൂത്ത് പ്രസിഡന്റ് വീട്ടിൽ ഭക്ഷണം കഴിക്കുകയും അദ്ദേഹത്തിൻ്റെ എക്സാൻഡിൽ വലിയ കാര്യമായി ആ ഫോട്ടോ ഇടുകയും ചെയ്ത ആ കാലയളവിലാണ്. അന്ന് ദളിത് വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന പരിപാടിയാണെന്ന് അന്ന് പറഞ്ഞത് ബഹ്റൈച്ചിലെ BJP MP ആയിരുന്ന സാവിത്രിബായി ഫൂലെയാണ്. അന്ന് അവർ പറയുന്നുണ്ട്, ഈ MPമാർ ദളിത് വീടുകളിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കില്ല, അവർ ദളിത് വീടുകളിലെ പാത്രങ്ങൾ ഉപയോഗിക്കില്ല, ദളിത് വീടുകളിൽ നിന്ന് വെള്ളം കുടിക്കില്ല, ദളിതല്ലാത്തവരുണ്ടാക്കിയ ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിച്ചു എന്ന് കാട്ടി ഫോട്ടോ ഓപ്ഷന് വേണ്ടിയാണെന്ന് പറഞ്ഞത് ഒരു BJP MP ആണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ പോസ്റ്റർ എന്ന് സംശയിച്ച കുറ്റം പറയാൻ പറ്റുമോ ഷാവപ്രസാദ്? ഹാഷ്മി, ഇനി ഞാൻ ഒന്ന് രണ്ട് ഡേറ്റ നിങ്ങളുടെ അടുത്ത് ഇവിടെ പറയാം. ഈ ഭാരതത്തിൽ ഏറ്റവും അധികം പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള SC ST ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളുള്ള ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ള, ഞാൻ ഡേറ്റയാണ് യാഥാർത്ഥ്യമാണ് പറയുന്നത്, ഉള്ള പാർട്ടി BJP ആണ്. പിന്നെ വേറൊന്നുകൂടി അവിടെ എടുത്തു പറയണം. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ റിസർവേഷൻ സീറ്റുകളിൽ നിർബന്ധമായും നിർത്തേണ്ടതല്ലാതെ SC ST ഈ വിഭാഗത്തിലുള്ള പിന്നോക്ക വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. അവിടെ നിന്ന് MPമാരെ ഉണ്ടാക്കുന്നുണ്ട്. അതും BJP ചെയ്യുന്നുണ്ട്. ഈ BJPയുടെ 2 ടൈമും ഈ 2014 2 ടൈമിലും ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത പദവിയായ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് ഒന്ന് രാംനാഥ് കോവിന്ദ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ട് ഒരു ഗോത്രവർഗ വനിതയെ ഈ രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപയാക്കിയതാരാണ്? സർവ്വസൈന്യാധിപ. ഇതൊക്കെ ചെയ്ത BJPക്ക് RSSന് ഒരു ദളിത് സർസംഘചാലം ഉണ്ടാവാത്ത എന്താണ് ഷാബു? RSSന് ഒരു ദളിത് സർസംഘചാലം ഉണ്ടാവാത്ത എന്താണ് കാര്യം? അവിടെ RSSന്റെ സർസംഘചാലക അല്ലെങ്കിൽ ആ പദവികളിലേക്ക് ഒരു തരത്തിലുള്ള ജാതി പരിഗണനകളും വെച്ചിട്ടല്ല അവിടെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞ എല്ലാം ജാതി പരിഗണനയായിരുന്നോ? രാഷ്ട്രപതി അടക്കം എല്ലാം ജാതി പരിഗണന മാത്രമായിരുന്നോ? അല്ല, അതിൻ്റെ ആ വിഭാഗത്തിൽ നിന്ന് യോഗ്യനായ ഒരാൾ വന്നപ്പോൾ അത് അങ്ങനെ ചെയ്തു. അതാണ് ചെയ്തത്. അപ്പൊ അവിടെ ജാതി പരിഗണിക്കാം, ഇവിടെ ജാതി പരിഗണന ഉണ്ടാവില്ല, അങ്ങനെയല്ലേ? താങ്കൾ പറയുന്നത് രാഷ്ട്രപതിക്ക് അടക്കം ജാതി പരിഗണിച്ച് രാഷ്ട്രപതിയാക്കാം, എന്നാൽ RSSന്റെ സർസംഘചാലകത്തിൽ ജാതി പരിഗണിക്കുകയില്ല, അല്ലേ? ഈ രാജ്യത്ത് ആദ്യമായി ഒരു ദളിത് അഖിലേന്ത്യാ അധ്യക്ഷൻ ഉണ്ടായിരുന്നത് BJPക്കാണ്. അദ്ദേഹം ഒരു ആരോപണത്തെ തുടർന്ന് പുറത്തുപോയി. ബംഗാരു ലക്ഷ്മൺ 2000 ആരോപണം ഉണ്ടായി, അത് പുറത്തുപോയെങ്കിലും അടിത്തറ RSS ആണല്ലോ സർ. നിങ്ങൾ ഈ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ഇത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഒന്നും അല്ലെങ്കിൽ, ഇത് വോട്ട് നേടാനുള്ള തന്ത്രം മാത്രമല്ലെങ്കിൽ, ഹിന്ദു ഐക്യം പറയുന്നത് വോട്ടിന് വേണ്ടി മാത്രമല്ലെങ്കിൽ, ദളിതരെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരായി കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ ആദ്യ സർസംഘചാലക് ഈ സമയം വരെ ഒരാൾ പോലും ഈ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല? പോട്ടെ, OBC പോലും ഉണ്ടാവുന്നില്ല. RSSന് ആകെ 7 സർസംഘചാലകന്മാരെ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ. 7 സർസംഘചാലകന്മാരെ ഉണ്ടായിട്ടുള്ളൂ. ആ സംഘടനയെ ആ സമയത്ത് നയിക്കാൻ ഏറ്റവും പ്രാപ്തനായ ഒരു വ്യക്തി, ആ വ്യക്തിയെയാണ് RSS ആ ചുമതല ഏൽപ്പിക്കുന്നത്, ഒരു സംഘടനയെ ചുമതല ഏൽപ്പിക്കുന്നത്. അതാണ് ചെയ്യുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് രാജ്യം മുഴുവനും ഏറ്റവും അധികം ചർച്ചാ വിഷയമായ കാര്യമാണല്ലോ നിങ്ങളൊക്കെ എതിർക്കുകയൊക്കെ ചെയ്യുന്ന രാമക്ഷേത്രം. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ 1989 ആദ്യ ശില പാകിയതാരാണ്? കാമേശ്വർ ചൗപ്പാൽ എന്ന ഒരു ദളിതനാണ് ചെയ്തത്. ഒരു ദളിതനെ കൊണ്ടാണ് അത് ചെയ്യിച്ചത്. ആദ്യ ശിലയിട്ടത് ഈ അയോധ്യയിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ. ഇങ്ങനെ ഉദാഹരണങ്ങളാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കാണിക്കാനുണ്ട്. പിന്നെ ധന്യാരാമന് അവരുടെ രാഷ്ട്രീയം പറയാം, അവർക്ക് അവരുടേതായ കൺസിഡറേഷൻ ഉണ്ട്. ഇപ്പോൾ കിട്ടിയ ഈ ഒരു ചാൻസ്, ഈ ഒരു അവസരം എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതവർ ചെയ്യുന്നു. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ മനുസ്മൃതി മറ്റത് മറിച്ചത് ഇതിനൊന്നും എനിക്കതിനകത്ത് മറുപടിയൊന്നും പറയാനില്ല. ഞാൻ ഉള്ള കാര്യം ഇപ്പോൾ ഹാഷ്മിക്ക് അറിയാമല്ലോ. ഞാനിപ്പോൾ ഇവിടെ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും താങ്കളുടെ രാഷ്ട്രീയ പക്ഷം ഞാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി ചേർന്ന് പോകുന്നു.